മനസ്സിലായോ? വാർത്തകൾ വായിക്കുന്നത് അഡ്രസ്സിലും അത് പ്രധാന വാർത്തകൾ. നേതാക്കളുടെ മാതൃകയിലുള്ള ഗവൺമെന്റിന്റെ കോലം കത്തിച്ചു. നേതാക്കളെതിരെ ഇസ്രായേൽ ആക്രമണത്തിൽ മസ്ജിദ് അക്സ മുൻ ഇമാം കൊല്ലപ്പെട്ടു. രാജ്യത്തെ ഉദാഹരണങ്ങൾ ഈ ക്ഷണത്തിൽ ലഭിച്ചത് കോൺഗ്രസിനല്ല, സോണിയക്കും നല്ലതും വേണ്ടി ചിന്തിക്കല. മക്കളെ വിശദീകരിച്ചു. പാപ്പാങ്ങളുടെ മാതൃകയിലുള്ള ഗവൺമെന്റിന്റെ കോലം കത്തിച്ചു. എസ് നേതാക്കൾക്കെതിരെ കേസ്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. രാത്രിയിൽ മുഴുവൻ പരിപാടികൾക്കിടെ ആഘോഷങ്ങൾക്കിടയിൽ ഒരു സമരം നടത്തുകയായിരുന്നു. ഒറ്റയടി നീളമുള്ള പാപ്പായുടെ രൂപത്തിലുള്ള ഗവൺമെന്റിന്റെ മൂലമുള്ള കോലമാണ് കത്തിച്ചത്. തുടർന്ന് ജനങ്ങളുടെ പ്രശ്നം അന്വേഷിച്ചപ്പോൾ ഉയർന്ന ലക്ഷ്യമെങ്കിലും വർഗീയതയിൽ നിന്ന് മതങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇസ്രായേലാണ് ആക്രമിച്ച മസ്ജിദ് അക്സ മുൻ ഇമാം കൊല്ലപ്പെട്ടു. പലസ്തീൻ മുൻ ഇമാം ഡോക്ടർ മേജർ സലാമാണ് കൊല്ലപ്പെട്ടത്. 2005-2006 കാലത്ത് പലസ്തീനിയാണ് മതമന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹമടക്കം 7 ആളുകളാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന്റെ കുടുംബമടക്കം 256 പേർ പരിക്കേറ്റു. സംഭവം നടന്നത് തിങ്കളാഴ്ചയായിരുന്നു. മറ്റൊരു കിതാബുകളുടെ വാർത്തയാണ്. അധ്യാപകൻ ആവാൻ വേണ്ടി അദ്ദേഹം പല സ്ഥാപനങ്ങളിലും നിൽക്കുകയാണുണ്ട്. യുദ്ധം തുടങ്ങുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചു. രാമശേഷം ഉദ്ഘാടനം തന്നെ ലഭിച്ചത് കോൺഗ്രസിനല്ല, കോൺഗ്രസും ഗവൺമെന്റും ഒന്നിച്ചെന്നല്ല. രാമശേഷം ചടങ്ങുകൾ പങ്കെടുക്കാൻ അവരും സമ്മേളനമുണ്ട്. അവരുടെ കാര്യം ക്ഷണിക്കണമെന്ന് ഉത്തർപ്രദേശ് പ്രസിഡന്റ് പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ പാപ്പാനയുടെ മാതൃകയിലുള്ള ഗവർണറുടെ കോലം കത്തിച്ചു. എസ് നേതാക്കൾക്കെതിരെ കേസ്. ഇസ്രായേൽ ആക്രമണത്തിൽ മസ്ജിദ്